ഓം ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യേ. നമസ്കാരം. നമ്മൾ ഇപ്പോൾ അമ്പലപ്പുഴയിലെ ഏറ്റവും പുരാതന ക്ഷേത്രമായ നവരാക്കൽ ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്ന നവരാക്കൽ ക്ഷേത്രമാണ്. ഇത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രമാണ്. സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇവിടുത്തെ മൂർത്തി. ഇത് തെക്ക് ഹരിപ്പാട് ക്ഷേത്രത്തിനും വടക്ക് ആര്യാട് ക്ഷേത്രത്തിനും ഇടയിലുള്ള ലക്ഷക്കണക്കായ സുബ്രഹ്മണ്യ ഭക്തരുടെ ദേവതയാണ്. ഇനി ഇവിടുത്തെ ഐതിഹ്യം. പുറക്കാട് കേന്ദ്രമായി പുറക്കാട്ടടികൾ ഭരിച്ചിരുന്ന രാജ്യം കീഴടക്കിയാണ് ദേവനാരായണന്മാർ പുറക്കാട് കേന്ദ്രമാക്കി ചെമ്പകശ്ശേരി രാജ്യം സ്ഥാപിച്ചത്. ചെമ്പകശ്ശേരിയുടെ തലസ്ഥാനം പിന്നീട് നവരാക്കലേക്ക് മാറ്റി. പിന്നീടാണ് അമ്പലപ്പുഴ ക്ഷേത്ര സന്നിധിയിലേക്ക് മാറ്റിയത്. കുറേ കാലം ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ മഠം അഥവാ കൊട്ടാരം നവരാക്കൽ ക്ഷേത്രത്തിന് തെക്കുവശത്താണ് നിലനിന്നിരുന്നത്. ഇവിടെ നമുക്ക് ഹൈവേയുടെ തെക്കുവശത്താണ് ഈ അമ്പലത്തിൻ്റെ സ്ഥാനം. ഇതിൻ്റെ കിഴക്കായിട്ട് ഒരു തോട് കാണാം. അത് അവിടെ കൊണ്ട് തീരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പണ്ട് ഇത് നവരാക്കൽ ക്ഷേത്രത്തിന് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്നാണ് തുടങ്ങിയിരുന്നത്. അത് കിഴക്കോട്ടൊഴുകി അമ്പലപ്പുഴ തോട്ടിൽ ചേരുന്ന രീതിയിലായിരുന്നു. ഈ തോട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് ഇപ്പോഴുള്ള അമ്പലപ്പുഴ ക്ഷേത്രമുള്ള സ്ഥലത്തുള്ള ആലിൻകൊമ്പിൽ ഇരുന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നത് കേട്ട ശ്രീമാൻ വില്ലോമംഗലം സ്വാമിയാർ കൂടെ ഉണ്ടായിരുന്ന ചെമ്പകശ്ശേരി രാജാവിനോട് അവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം പണി കഴിപ്പിക്കാൻ ഉപദേശിച്ചത്. അതാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയുടെ ഐതിഹ്യം. ഇനി അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ആറാട്ട് ചട്ടത്തിൽ അണിയിക്കുന്ന മാലകൾ നവരാക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയോടെയാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. ഇവിടെ ഉത്സവവും തൈപ്പൂയ മഹോത്സവവും കാവടി ഘോഷയാത്രയും മറ്റും അതിഗംഭീരമായി ആഘോഷിക്കുന്നു. ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയത് ക്ഷേത്രതന്ത്രിയായ എസ് ദാമോദരൻ നമ്പൂതിരിയുടെ മുത്തച്ഛൻ തന്ത്രി മുഖ്യൻ പുതുമന എൻ ദാമോദരൻ നമ്പൂതിരിയാണ്. ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വകയാണ്. വളരെ ശാന്തസുന്ദരമായ സൗമ്യമായ അന്തരീക്ഷമാണ്. ചുറ്റുപാടും ഹൈവേയിൽ കൂടെയുള്ള വാഹനങ്ങളുടെ ശബ്ദത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ, ബാക്കി എല്ലാം വളരെ ശാന്തമായ അന്തരീക്ഷമാണ്. ഇവിടെ ഒരു തട്ട് വാർത്തിരിക്കുന്ന കണ്ടല്ലോ, ഇത് അടുത്ത കാലത്ത് ഷഷ്ടിപ്പന്തൽ നിർമ്മാണത്തിന് ദേവസ്വം ബോർഡിന് അനുമതി ലഭിച്ച ശേഷം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടമാണ് ഈ കാണുന്നത്. ഇവിടെ സ്കന്ദഷഷ്ടി, തൈപ്പൂയം, കാവടി വഴിപാട് എന്നിങ്ങനെയുള്ള ചടങ്ങുകൾ ഭക്തി നിർഭരമായി നടന്നു വരുന്നു. പിന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1.5 കിലോമീറ്ററും ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററും തെക്കോട്ട് മാറിയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ മുഴുക്കാപ്പ്, പഞ്ചാമൃതാഭിഷേകം, നാരങ്ങാമാല എന്നിവയും പ്രധാന വഴിപാടുകളായി നടത്തപ്പെടുന്നു. ഇപ്പോൾ നിലവിലുള്ള ശാന്തി തിരുമേനി ശങ്കരൻ നമ്പൂതിരിയാണ്. അദ്ദേഹം ഒരു തികഞ്ഞ കലാകാരനാണ്.